നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ ഓവർസീസ് കൗൺസിൽ പ്രസിഡന്റ് ഗിരീഷ് മേനോന്റെ പിതാവ് ഇരിങ്ങാലക്കുട ഏങ്ങണ്ടൂർ സംഗീതത്തിൽ രാമൻകുട്ടി മേനോന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ആൽഫ ഉപാസനയിലെ പ്രാർത്ഥനയിൽ ആദരമർപ്പിച്ചു. ഓർമ്മദിനത്തോടനുബന്ധിച്ച് ആശിഷ് കെയർ ഹോമിൽ ഇന്നത്തെ ഭക്ഷണം കുടുംബത്തിന്റെ വകയായിരുന്നു. ശ്രീ രാമൻകുട്ടി മേനോന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആൽഫ കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. 14 വർഷക്കാലമായി നട്ടെല്ലിന് ക്ഷതമേറ്റ് കിടപ്പിലായ കൽപ്പറ്റ ചെമ്പോത്തറയിലുള്ള ചന്ദ്രന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി ആൽഫ കൽപ്പറ്റ സെന്റർ സ്റ്റാഫ്. വീട്ടിൽ ടിവിയും കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി നോട്ട്ബുക്കും ബാഗും കുടയും കൊടുത്താണ് ചന്ദ്രന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം ഇവർ നിന്നത്. പരിചരണത്തിനിടയിൽ ചന്ദ്രന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ ആൽഫ കൽപ്പറ്റ സെന്ററിലെ സ്റ്റാഫ് നടത്തിയ ശ്രമങ്ങളോട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പ്രവാസിയായ ഒരു മനുഷ്യസ്നേഹിയാണ് ഇതെല്ലാം നൽകി മാതൃകയായത്. ആൽഫ കൽപ്പറ്റ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ സക്കീർ VP, സിസ്റ്റർമാരായ ജോഷ്മ, ഷബാന, ഡ്രൈവർ മുഹമ്മദ് എന്നിവർ സമ്മാനങ്ങൾ കൈമാറി. ആൽഫ ചാലക്കുടി സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം മുരിങ്ങൂർ സ്വദേശി പോൾ പറമ്പി ഈയിടെ വിവാഹിതനായ മകൻ കിരൺ P പറമ്പിയും നവവധുവും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് സെന്റർ സന്ദർശിക്കുകയും 10,000 രൂപ സംഭാവന നൽകുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് AL കൊച്ചപ്പൻ, ജോയിന്റ് സെക്രട്ടറി തോമസ് കണിച്ചായി എന്നിവർ ചേർന്ന് സംഭാവന ഏറ്റുവാങ്ങി. ആൽഫ കൊല്ലം സെന്ററിന്റെ നേതൃത്വത്തിൽ തങ്കശ്ശേരി കമ്മ്യൂണിറ്റി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ പരിപാടി നടത്തി. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഐശ്വര്യ ജയ എന്നിവർ ചേർന്ന് പാലിയേറ്റീവ് കെയർ, ആൽഫ പാലിയേറ്റീവ് സേവനങ്ങൾ, ആയുഷ് ക്ലബ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ആൽഫയുടെ സേവനങ്ങളിൽ വോളണ്ടിയർമാരായും വിദ്യാലയങ്ങളിൽ ആയുഷ് ക്ലബ് തുടങ്ങുന്നതിനും മുൻകൈയെടുക്കാമെന്നും അവർ ഉറപ്പു നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.